പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഏപ്രിൽ 15-ാം തീയതി വലിയ ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും. മക്കളെ, നിയോഗം പറ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദിനങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ്. ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലഘട്ടമാണ്. ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ പുഴയിലൂടെ നീന്തി അക്കരയ്ക്ക് പ്രവേശിച്ച് ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ,
നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം ലഭിക്കാൻ അത്താരെ നടക്കുന്ന ആയിരക്കണക്കിന് ഉടമ്പടി ആരാധനയുടെ ശക്തിയാൽ നിൻ്റെ ഉന്നതമായ നാമത്തിലെ ദൈവകരുണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവേ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം, അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire fingers, soak with the precious blood. കർത്താവ്, അങ്ങയുടെ മക്കൾ ഈ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അതിമനോഹരമായൊരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത്. അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ വീണ്ടും വിചാരങ്ങൾ, ഒത്തുകൂട്ടങ്ങൾ, അവിടെ നടക്കുന്ന ചർച്ചകൾ, നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധമ്മ ദേവമാതാവിന് നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപഴകലുകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു. അമ്മയാണ് ഞങ്ങളുടെ ഉറപ്പ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവതിരുസന്നിധിയിൽ സുവിശേഷവിധമായ ജീവിതം വ്യാപരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കർത്താവെ, മനസ്സ് അധികം ധൈര്യമില്ലാത്ത മക്കളുണ്ട്. അവരെല്ലാം അവരെ ഓർത്ത് ഞങ്ങൾക്ക് പേടിയും ഉത്കണ്ഠയും ഉണ്ട്. കർത്താവെ, അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പുഴത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കളെ ഞങ്ങൾ പ്രത്യേകം അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. അവരെ നീ ഏറ്റെടുക്കുകയും അവരെ സന്ധിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ ഉണ്ട് കർത്താവെ, അവരുടെ ഭാവി പ്രവർത്തനങ്ങളുണ്ട്. അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്ന പുതിയ വഴികളെ ഞങ്ങൾ കാണിച്ചു തരണമേ. അതിനുവേണ്ടിയുള്ള എല്ലാ യാത്രകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും യാത്രകളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞു കട കൊണ്ട് ചെറിയൊരു മോരും വെള്ളമൊക്കെ ഇരുന്നുകൊണ്ട് ഒരു കുടുംബം അരിവെക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ മൃഗങ്ങളെ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. ചെറിയ കുഞ്ഞു വലകൾ കടലിൽ എറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. അതുകൊണ്ട് തന്നെ വലിയ വ്യാപാരങ്ങൾ ചെയ്ത് വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. എല്ലാ തരത്തിലും ഹെൽപ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ് എന്ന് കർത്താവെ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാത്തരം ക്ലേശങ്ങൾ ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കുവാനും കർത്താവ് ആ വചനം കുറേ 1-4 വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാത്തരം വേദന അനുഭവിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർ സന്ധിക്കപ്പെടണം, അവരെ സമാശ്വസിപ്പിക്കപ്പെടണം. കർത്താവ്, ദുഃഖവാടം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവ് നിരാലംബപ്പെടുന്നവരുണ്ട് ഈശോയെ. ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് അവർക്കെല്ലാം ഇന്ന് സന്ധിപ്പ് സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവെ, നിന്നിൽ ആശ്രയം വെച്ചിട്ടുള്ളവരാരും കർത്താവ് ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അത് വാഗ്ദാനമാണ്. ആ വാഗ്ദാന പ്രകാരം അങ്ങയുടെ മക്കളെ സന്ധിക്കണമേ, സമാശ്വസിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രി പോകുന്നവരുണ്ട്, പോയി വന്നവരുണ്ട്, പ്രസവത്തിനായി പോണവരുണ്ട്, ആശുപത്രി അഡ്മിറ്റ് ചെയ്തവരുണ്ട്. എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി തിരക്കി പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേദനയോടെ ഇന്നലെ കിടന്നുറങ്ങിയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നവർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ ശക്തികൾ, ദൈവത്തിൽ നിനക്കെതിരെ നിൽക്കുന്ന പ്രതികാര ശക്തികൾ ഈ പ്രഭാതത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സർപ്പത്തെ തലകർക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായ പരിശുദ്ധ അവരുടെ മാധ്യസ്ഥത്തിലെ നിൻ്റെ ശത്രുക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിഗ്രഹിക്കപ്പെടട്ടെ. നീ പോവുക, നിൻ്റെ വഴി യാത്രയെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ അയക്കുന്ന അളിച്ച കർത്താവിൻ്റെ ദൂതൻ
നിനക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ, നിനക്ക് വേണ്ടി വാദിക്കട്ടെ, നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ. നീ തിരികെ വരുമ്പോൾ രാത്രി സന്തോഷത്തെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ ഇടയാകട്ടെ, ദൈവത്തിൽ വിശ്രമം പാലിക്കാൻ ഇടയാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ മക്കളെ, പീഡാനുഭവത്തിൻ്റെ വാരങ്ങളിലേക്ക് നമ്മൾ ധ്യാനിച്ച് വിശുദ്ധിയും ശക്തിയും പ്രാപിക്കുന്ന കാലമാണിത്. നമുക്ക് എസെക്കിയേൽ 16-7 വാക്യം മുതൽ വായിക്കാം. എസെക്കിയേൽ 16:6-7. ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. വയലിലെ ചെടി പോലെ വളരുക. ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. എസെക്കിയേൽ 16:4 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 16:4 മുതൽ തിരുവചനങ്ങൾ. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയിരുന്നില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയി നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. എനിക്ക് ഈ വിശുദ്ധഭാരവുമായിട്ട് ഞാൻ സ്വകാര്യമായ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണിത്. അതായത്, നീ ജനിച്ചപ്പോൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെന്ന്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും പിന്നിലെ കരുണ തോന്നണമെന്നും പറഞ്ഞൊരു മനുഷ്യൻ തൊണ്ട പൊട്ടിക്കാറി എന്തെല്ലാം പാട്ടുകളാണ് മനുഷ്യൻ പാടുന്നത്. ചില സമയത്ത് നമ്മൾ ആരും നിന്നോട് കരുണ കാണിച്ചില്ലെന്നാണ് കിടക്കണേ. എസെക്കിയേലിൻ്റെ 16:5. ഇപ്പോൾ ദൈവപരിപാലനയുടെ മറ്റൊരു വശമാണ് കരുണ അർഹിക്കാതിരിക്കുക, അല്ല കരുണ ലഭിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും ഓർക്കുന്നത് യേശുക്രിസ്തുവിനോട് പിതാവ് കരുണ കാണിച്ചില്ലല്ലോ, അതല്ലേ? വിശുദ്ധവാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവായ ദൈവം പോലും തൻ്റെ ഏകജാതനോട് കരുണ കാണിക്കാതിരുന്ന കാലത്ത് അവൻ അനുഭവിച്ച് കൂട്ടിയ വ്യാകുലങ്ങളാണ്, അല്ലേ? പക്ഷെ എന്താണ് ഇതിന് അവസാനം പറഞ്ഞത്? എന്താണ്? ഞാൻ ഈ ഏലോയ് ലാമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിയിൽ ചോദിക്കുന്നതാണ്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല, നീ അങ്ങനെ ചോരയിൽ കിടന്ന് ഉരുളെന്ന് കാണുമ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് കൂടി കടന്നുപോയെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ പ്രാർത്ഥന കുരിശിൽ കിടന്നുള്ള ഏലോയ് ലാമ സബക്താനി എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പിതാവായ ദൈവം അത് അനുഭവിച്ച് കൊടുത്തുകൊണ്ട് അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അർത്ഥം ആധ്യാത്മികതയിൽ, അതായത് ബലമുള്ള ആധ്യാത്മികതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് ചില ക്ലേശങ്ങൾ നമുക്ക് ദൈവം കൽപ്പിച്ചു നൽകും. അതെന്തിനു വേണ്ടിയാണ്? ജീവിക്കുക, നേഴ്സറി പ്ലാന്റ് പോലെ വളരാനല്ല. സ്പൂൺ ഫീഡ് ചെയ്തിട്ടേ ദൈവം അങ്ങനെ ആഗ്രഹിക്കണില്ല. നമ്മളിങ്ങനെ നേഴ്സറി പ്ലാന്റ് പോലെ പ്രത്യേക ശുശ്രൂഷ ലഭിച്ച് ബിസ്ക്കറ്റ് ബേബീസിനെ പോലെ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു വളർന്നതുപോലെ ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. ക്ലേശങ്ങളെ ദൈവത്തിൻ്റെ അന്നു വേണ്ടി ആഹാരം കൊണ്ട് എടുത്തുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി ആവഹിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങളോടുള്ള നിശ്ചയദാർഢ്യത്തോടെ ക്രിസ്തു സഹജമായ നമ്മുടെ ആഭിമുഖ്യങ്ങളും. അതിലൂടെ നമ്മളും വളരും. എങ്ങനെ? നേഴ്സറി പ്ലാന്റ് പോലെയല്ല. ജീവിക്കുക, വയലിലെ ചെടി. ആരും സംരക്ഷിക്കാനില്ല, ആരും വെള്ളം കോരി തരാനില്ല, ആരും വളമിടാനില്ല, ആരും വേലി കെട്ടാനില്ല. എങ്കിലും അവൻ നമ്മൾ മുന്നോട്ട് പോകും. അവൻ പടന്നു പോയില്ല. അവനെ യൂദാസ് ചുറ്റിക്കൊടുത്തു, അവൻ മുന്നോട്ട് പോയി. അവനെ പത്രോസ് തള്ളിപ്പറഞ്ഞു, അവൻ മുന്നോട്ട് പോയി. അവനെ പീലാത്തോസ് കൈ കഴുകി തള്ളിപ്പറഞ്ഞു,
അവൻ മുന്നോട്ട് പോയി, അവൻ്റെ ചങ്കിൽ കുത്തി. എന്നിട്ടും അതിൽ നിന്ന് രക്തവും വെള്ളവും ചൊരിഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയി, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മഹത്വ കിരീടം ചൂടാൻ. ഇത് യാത്രയാണ്. മഹത്വത്തിലേക്കുള്ള യാത്ര സഹനത്തിലൂടെ നമ്മൾ ജയിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.